കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരു മുത്തശ്ശി തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നു. കേരളപ്പിറവി ദിനമാണ്. മുത്തശ്ശി പറയുന്നത് തൻ്റെ 5.5 പവൻ്റെ മാല കാണാനില്ല. ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കാൻ വന്നതായിരുന്നു. മണ്ണുത്തിയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള സ്വകാര്യ ബസ്സിലായിരുന്നു യാത്ര ചെയ്തത്. ബസ് ഇറങ്ങി ആശുപത്രിയിൽ വന്ന OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോഴായിരുന്നു മാല പോയത് ശ്രദ്ധയിൽപ്പെടുന്നത്. 5.5 പവൻ്റെ മാലയാണ്. ജീവിതത്തിൽ ഇന്നേ വരെ സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ ആകെയുള്ള സമ്പാദ്യമാണ്. ഇത് നഷ്ടപ്പെട്ടിരിക്കുക. എങ്ങനെയെങ്കിലും സാറുമാർ ഇത് കണ്ടുപിടിച്ച് തരണം. ഈ മുത്തശ്ശിയുടെ കരഞ്ഞ് കലങ്ങിയ കണ്ണ് കണ്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സലിഞ്ഞു. എത്രയും വേഗം ഈ ഒരു മോഷ്ടാവിനെ കണ്ടുപിടിക്കണം. ഉടനെ ഈ വിവരം തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിനെ അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം തൃശ്ശൂർ ACP KG സുരേഷും ഈസ്റ്റ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ജിജോയും അടങ്ങുന്നൊരു സംഘം ഇത് വ്യാപകമായി അന്വേഷിക്കാൻ വേണ്ടി, സമഗ്രമായി എത്രയും വേഗം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി മെനക്കെട്ടിറങ്ങുകയാണ്. ഇവർ സ്ക്വാഡ് അംഗങ്ങളെ വിളിച്ചു വരുത്തി ഒരു പ്രാഥമികമായ ഒരു മീറ്റിംഗ് നടത്തി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി. എങ്ങനെയായിരുന്നു ആക്ഷൻ പ്ലാൻ? അതായത് ഈ ബസ്സിൽ വന്നിറങ്ങിയതാണ്. ബസ് ജീവനക്കാരോട് ആദ്യം പോയി ചോദിക്കണം, ബസ്സിൽ ഏതെങ്കിലും അപരിചിതരായ അസ്വാഭാവികതയുള്ള സ്ത്രീകളെ കണ്ടിരുന്നോ? അങ്ങനെ ബസ് ജീവനക്കാരെ സ്റ്റാൻഡിൽ പോയി കണ്ടു, സംസാരിച്ചു. ബസ് ജീവനക്കാർ പറഞ്ഞു അതിൽ 2 തമിഴ്നാട്ടുകാരായ 2 സ്ത്രീകൾ കയറിയിരുന്നു. അവർ ഒരു അസ്വാഭാവികമായ പെരുമാറ്റം, അവരുടെ പെരുമാറ്റം ഒരു പരക്കമ്പാച്ചിൽ കണ്ടപ്പോൾ സംശയം തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ആ സ്ക്വാഡ് അംഗങ്ങൾ ഇവിടെ വന്ന് CCTV ക്യാമറ, പ്രത്യേകിച്ച് ജില്ലാ ആശുപത്രി പരിസരത്തെ CCTV ക്യാമറ പരിശോധിച്ചു. അപ്പോൾ സമീപത്തുള്ളൊരു ഓട്ടോറിക്ഷയിൽ കയറി ഇവർ പോകുന്നത് കണ്ടു. അങ്ങനെ ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തി ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ദൃശ്യങ്ങൾ കാണിച്ച സമയത്ത് ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു വിട്ടത് മണ്ണുത്തി ദേശീയപാതയ്ക്ക് താഴെയാണ്, അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ താഴെ കൊണ്ടുവിട്ടു. അങ്ങനെ മണ്ണുത്തി ദേശീയപാതയ്ക്കരികെ പോയി അവിടെയും ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോയി ഇവരുടെ വിഷ്വൽ കാണിച്ച സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾ ഈ സ്ത്രീകളെ കുട്ടനെല്ലൂർ കൊണ്ടുപോയി വിട്ടിരുന്നു. അങ്ങനെ കുട്ടനെല്ലൂർ പോയി അവിടെയും ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ച സമയത്ത് അവരും പറഞ്ഞു ആമ്പല്ലൂരിൽ കൊണ്ട് വിട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ ഒട്ടേറെ ഡ്രൈവർമാരെ കാണുകയും കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇവർ ആമ്പല്ലൂരിലേക്കാണ് അവസാനം പോയതെന്ന് മനസ്സിലായി. അങ്ങനെ ആമ്പല്ലൂരിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചപ്പോൾ ആരും ഈ സ്ത്രീകൾ അങ്ങനെ എവിടെയും കൊണ്ടുവിട്ടിട്ടില്ല. പിന്നീട് അവിടുത്തെ CCTV ക്യാമറകളെല്ലാം പരിശോധിച്ച സമയത്ത് ഈ 2 സ്ത്രീകളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരു കാർ വരുന്നതും ഇവർ ആ കാറിൽ കയറി പോകുന്നതും കണ്ടു. അങ്ങനെ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാർ ഉടമ ആരാണ്? അങ്ങനെ കാർ ഉടമയെ വിലാസം കിട്ടി. ആ വിലാസത്തിലുള്ള ആളുടെ ഫോൺ നമ്പർ സൈബർ സെല്ല് കണ്ടുപിടിച്ചു. അങ്ങനെ സൈബർ സെല്ല് കണ്ടുപിടിച്ച സമയത്ത് ഈ ചോറ്റാനിക്കരയിലാണ് ഇവരുടെ ആ സമയത്ത് ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഇവിടുന്ന് പോലീസ് സംഘം ചോറ്റാനിക്കരയിൽ പോയി സകല ലോഡ്ജും ഹോട്ടലുകളും പരിശോധിച്ചു. ഒരു ലോഡ്ജിൻ്റെ താഴെ കിടക്കുന്നു ആ കാർ, പോലീസ് അന്വേഷിക്കുന്ന കാർ, തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാർ. അങ്ങനെ കാറിൽ ഉണ്ടായിരുന്നവർ എവിടെയാണ് റൂം എടുത്തത്? അപ്പോൾ 2